നമുക്കിന്ന് ഇമ്മിണി വലിയൊരു കൃഷിത്തോട്ടം കണ്ടാലോ? നമ്മുടെ വീടിനടുത്തുള്ള ബെന്നിച്ചേട്ടൻ്റെ കൃഷിത്തോട്ടം കേട്ടോ. അപ്പം നമ്മളവിടെ ചെല്ലുമ്പം കുറച്ച് കൃഷിയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പുറമേ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ കൃഷികളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത അത്ര സാധനങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ആദ്യം കാണുമ്പോൾ പടവലങ്ങയും പാവലും വെണ്ടയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുള്ളൂ. പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് കുറേ സാധനങ്ങളുണ്ട്. അമ്മ എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് ചീര വേണോ എന്ന് വിളിച്ച് ചോദിക്കും. എന്താ അമ്മ വിളിച്ച് ചോദിച്ചത് ഇപ്പോഴല്ലേ മനസ്സിലായേ? ഇവിടെ കുറേ ചീരയുണ്ട്. അതുപോലെ തന്നെ ക്യാബേജൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ഇങ്ങനെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ക്യാബേജ് അങ്ങനെ കൃഷി ചെയ്ത് കണ്ടിട്ടില്ല. ഇവിടെ കുറേ ക്യാബേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സാധനം എന്താണെന്ന് അറിയത്തില്ല, പേരറിയാത്തോളം തപ്പി ഇന്നിപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞത് പീച്ചിങ്ങയാണെന്ന്. അപ്പോൾ പീച്ചിങ്ങയുടെ വലുത് കണ്ടപ്പോൾ മനസ്സിലായി പീച്ചിങ്ങയാണെന്ന്. പിന്നെ ഇത് പാൽച്ചീര കേട്ടോ. പാൽച്ചീര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ നല്ല നീളം കൂടിയ പയർ, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ആദ്യമായിട്ട് അത്രയും നീളമുള്ള പയർ കാണുന്നത്. പിന്നെ ചെറിയൊരു മത്തങ്ങ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കൃഷി, എന്തോ കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഒരു കൃഷിത്തോട്ടത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ബെന്നിച്ചേട്ടൻ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.